മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് ആദ്യമേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് പോവാം. ഒരു വർഷത്തിന് മുകളില് നമുക്ക് ബെനിഫിറ്റ് തരുന്ന ഏതൊരു ഫിക്സഡ് അസറ്റിന്റെയും അക്വയറിംഗ് അത് വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊരു പൈസ ചെലവാക്കിയാലും അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ അത് ബാലൻസ് ഷീറ്റിന്റെ ആസറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. ഇതൊരിക്കലും ഒരു റെക്കറിംഗ് നേച്ചറുള്ള ഐറ്റം ആയിരിക്കത്തില്ല, ഒരു നോൺ റെക്കറിംഗ് നേച്ചറുള്ള ഐറ്റം ആയിരിക്കാം. ഇനി ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയടാ? ഒരു മെഷീനറി പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. സോ ഈ തുകയൊക്കെ എവിടെ വരുന്നത്? ഒരു മെഷീനറിയുടെ തുകയും ഒരു ബിൽഡിംഗിന്റെ തുകയൊക്കെ എവിടെ വരുന്നത്? ഉറപ്പായിട്ടും ബാലൻസ് ഷീറ്റിന്റെ ആസറ്റ് സൈഡിലായിരിക്കും. സോ ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതേസമയം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ റണ്ണിങ്ങിന്റെ ടൈമിൽ ഉണ്ടാവുന്ന ഏതൊരു കോസ്റ്റിനെയും നമുക്ക് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റെന്റ് പേ ചെയ്തു, നമ്മൾ സാലറി പേ ചെയ്തു, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു. ഇതെല്ലാം എന്ത് ടൈപ്പാടാ? ഇതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ ആണ്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റോ? നമ്മൾ ഈ പറഞ്ഞ സാലറിയും ഇലക്ട്രിസിറ്റി ബില്ലും റെന്റും ഒക്കെ എവിടെയാണ് എടുക്കുന്നത്? P&L അക്കൗണ്ട് ആണ് അല്ലെ. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ? P&L അക്കൗണ്ടിൽ വേണം ഇത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുകൾ കാണിക്കാൻ. ഇനി ഇതെന്താണ്? ഒരു റെക്കറിംഗ് നേച്ചർ ഉള്ളതാണ്, ആവർത്തിച്ച് വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇപ്പൊ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.